ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. ഇന്ന് നമുക്ക് GST രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം ഏതൊക്കെ റിട്ടേൺസ് ആണ് ഫയൽ ചെയ്യേണ്ടതെന്ന് നോക്കാം. പ്രധാനമായിട്ടും GST റെഗുലർ സ്കീമിൽ അല്ലെങ്കിൽ നോർമൽ സ്കീമിൽ നമ്മൾ എല്ലാ മാസവും 2 റിട്ടേൺസ് ആണ് ഫയൽ ചെയ്യേണ്ടത്. ഒന്ന് GSTR 1, അത് ആ ബിസിനസ്സിൽ വരുന്ന സെയിൽസിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ റിട്ടേണിൽ വരുന്നത്. 2 GSTR 3B, അതിൽ നമുക്ക് വരുന്നത് ഇൻപുട്ട് ടാക്സിന്റെ ക്ലെയിം, അതുപോലെ തന്നെ ടാക്സ് അടയ്ക്കേണ്ടതൊക്കെ GSTR 3B പ്രകാരമാണ് വരിക. ഈ GSTR 1 നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എല്ലാ മാസവും 11-ാം തീയതിയാണ്. അതുപോലെ തന്നെ GSTR 3B നമ്മൾ ഫയൽ ചെയ്യേണ്ടത് എല്ലാ മാസവും 20-ാം തീയതിയാണ്. ഇനി റെഗുലർ ഈ സ്കീമിൽ തന്നെ വേറൊരു ഓപ്ഷൻ വരുന്നുണ്ട്, QRMP സ്കീം എന്ന് പറഞ്ഞിട്ട്. ആ സ്കീം പ്രകാരമാണെങ്കിൽ നമ്മൾ എല്ലാ മാസവും ഈ GSTR 1 ഫയൽ ചെയ്യണം. പക്ഷെ ഡേറ്റ് 13-ാം തീയതിക്കുള്ളിൽ ചെയ്താൽ മതി. അതുപോലെ തന്നെ GSTR 3B അത് ക്വാർട്ടർലി ആണ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസത്തെ ഒരുമിച്ച് ഏപ്രിൽ, മെയ്, ജൂണിൽ ജൂലൈ 22-ാം തീയതിക്കുള്ളിൽ ചെയ്താൽ മതിയാവും. GSTR 3B QRMP സ്കീം പ്രകാരം 22-ാം തീയതിക്കുള്ളിലാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ചെയ്യേണ്ടത് ക്വാർട്ടർ വൈസ് ആണ്. ഇനി ഇത് 2 കൂടാതെ നമുക്ക് കോമ്പോസിഷൻ സ്കീം ഉണ്ട്. അത് നമുക്ക് CMP 08 എന്ന് പറയുന്ന ഒരു റിട്ടേൺ ആണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. അത് ക്വാർട്ടർലി തന്നെയാണ് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ പോലെ ഏപ്രിൽ, മെയ്, ജൂണിലത്തെ നമ്മൾ ചെയ്യേണ്ടത് ഏപ്രിൽ, മെയ്, ജൂണിലത്തെ ജൂലൈ 18-ാം തീയതിക്ക് 18-ാം തീയതിയാണ് അതിന്റെ ഡേറ്റ് വരുന്നത്. എല്ലാ ക്വാർട്ടർ വൈസും 18-ാം തീയതിക്കുള്ളിൽ നമ്മൾ CMP 08 പ്രകാരം കോമ്പോസിഷൻ സ്കീമിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇത്രയും റിട്ടേൺസ് ആണ് നമ്മൾ GSTയിൽ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ നമ്മുടെ ക്യാപി ടാക്സിന്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അവിടെ ഒരുപാട് ഇൻഫർമേഷൻ, GSTയുടെ ഇൻഫർമേഷൻ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.